അക്ഷരമുറ്റം ക്യൂസ് 2024 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള അക്ഷരമുറ്റ പതിപ്പിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 2024 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിന് വരിക. 2022 ഫിഫ ലോക ഫുട്ബോൾ കപ്പിന് ആതിഥേയം വഹിച്ച രാജ്യമേത്? ഉത്തരം ഖത്തർ. കാഴ്ച പരിമിതിക്കാർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ്? ഉത്തരം ലൂയി. പ്രാണവായു, ജലം, പോഷകങ്ങൾ എന്നിവ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആര്? ഉത്തരം രക്തം. ആരാണ് ചുഴലിക്കാറ്റിന് സൈക്ലോൺ എന്ന് പേര് നിർദ്ദേശിച്ചത്? ഉത്തരം ഹെൻറി പീഡിങ്ടൺ. രാജ്യാന്തര ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പരിശോധന മത്സരമായ സ്ക്രിപ്സ നാഷണൽ സ്പെല്ലിംഗിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വംശജ? ഉത്തരം ബൃഹത് സോമക്. കിഴക്കിൻ്റെ നൊബേൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ? ഉത്തരം ശ്രീനിവാസ് ആൽ കുൽക്കർണി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വിവിധ പരിശോധനകൾ ഇനി അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ ലൈഫ്. രക്തദാനം ചെയ്യുന്നതിന് ശരീരഭാരം കുറഞ്ഞത് എത്ര വേണം? ഉത്തരം 45 കിലോഗ്രാം. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി? ഉത്തരം രവിചന്ദ്ര അശ്വിൻ. സിംഗപ്പൂർ 2007 തുറന്നുകൊടുത്ത വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഏത്? ഉത്തരം ദ ഫ്ലോട്ട് അറ്റ് മറീന ബേ. തൊലിക്ക് വിവിധ വർണ്ണങ്ങളുള്ളതും കണ്ടാൽ പെയിൻറ് പോലെ തോന്നിക്കുന്നതുമായ മരത്തിൻ്റെ പേര്? ഉത്തരം റെയിൻബോ യൂക്കാലിപ്റ്റസ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം? ഉത്തരം ദുബായ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥ സംഘടന ഏത്? ഉത്തരം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. അമേരിക്കൻ ഐക്യനാടുകളിൽ കാണപ്പെടുന്ന ഫാരൻസി എറിഡ്രോഗ്രാമ എന്ന ത്വക്കിന് വിവിധ നിറങ്ങളുള്ള പാമ്പിൻ്റെ മറ്റൊരു പേര്? ഉത്തരം റെയിൻബോ പാമ്പ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന വിവിധ വർണ്ണങ്ങളുള്ള തത്തയെ വിളിക്കുന്ന പേര്? ഉത്തരം റെയിൻബോ ലോറിക്കീറ്റ്. ആരോഗ്യമുള്ള ഒരാൾക്ക് രക്തം ദാനം ചെയ്യാനുള്ള പ്രായം? ഉത്തരം 18-നും 60-നും ഇടയിൽ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറീഡിയം. 2004 ശ്രീലങ്കയിൽ സുനാമി ബാധിതരെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം? ഉത്തരം ഓപ്പറേഷൻ റെയിൻബോ. ലോക രക്തദാന ദിനം എന്ന്? ഉത്തരം ജൂൺ 14. രക്തം ദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തരം ദാതാവിന് ആരോഗ്യം വർദ്ധിക്കുന്നു, ഹൃദ്രോഗ സാധ്യത കുറയുന്നു. ഏത് ശാസ്ത്രജ്ഞനാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്? ഉത്തരം കാർൽ ലാൻസെറ്റ്. 2017 കേരളത്തെ വീശിയടിച്ച ചുഴലിക്കാറ്റ്? ഉത്തരം ഓഗി. മാറിവരുന്ന കാറ്റുകളുടെ പേര് അംഗീകരിക്കുന്നത് ഏത് സംഘടനയാണ്? ഉത്തരം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ബംഗ്ലാദേശ് സാർക്ക് അംഗരാജ്യമാണോ? ഉത്തരം അതെ. ഓഗി എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം കണ്ണ്.
ലോക കാറ്റ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂൺ 15. ലോകത്തിൽ ആദ്യത്തെ കാറ്റ് ദിനം സംഘടിപ്പിച്ചതാര്? ഉത്തരം യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ. EWEAയുടെ പൂർണ്ണരൂപം? ഉത്തരം യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി? ഉത്തരം ആശാ ശോഭന. 2024 ലോക പുസ്തക തലസ്ഥാനം? ഉത്തരം സ്ട്രോസ്ബർഗ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024 അർഹനായ ഇന്ത്യക്കാരൻ? ഉത്തരം അലോക് ശുക്ല. പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഉത്തരം അലക്സി നവൽനി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക സംഘടന പ്രഖ്യാപിച്ച സമ്മാന തുക? ഉത്തരം $50,000. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം? ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ചൈന. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം? ഉത്തരം അരിസോണ. ഓസ്കാർ പുരസ്കാരത്തിൻ്റെ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം ഏത്? ഉത്തരം കാസ്റ്റിംഗ് ഡയറക്ടർ. സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം? ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നിമോയിൽ ആദ്യമായി എത്തിയ സഞ്ചാരി ആര്? ഉത്തരം ക്രിസ് ബ്രൗൺ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏതാണ്? ഉത്തരം ഇസോൾട്ട്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ? ഉത്തരം ഹിഷാം അബ്ദുൾ വഹാബ്. രക്തഗ്രൂപ്പിൻ്റെ പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആൻറ്റിജൻ. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏത്? ഉത്തരം MG സർവകലാശാല. ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്? ഉത്തരം ഫാലി എസ് നരിമാൻ. മഴവിൽ രാജ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ആദ്യമായി ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൻ്റെ തുറമുഖ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു. ഏത് രാജ്യത്തിൻ്റെ തുറമുഖം? ഉത്തരം ഇറാൻ. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ? ഉത്തരം ഹേംചന്ദ് മാഞ്ചി. ചന്ദ്രയാൻ 3 ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി? ഉത്തരം സ്പേസ് ഓൺ വീൽ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി വനിത? ഉത്തരം അനാമിക ബി രാജീവ്. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ? ഉത്തരം എൻട്രോബാക്ടർ ബുഗാഡെൻസിസ്. ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും പിന്തള്ളി വിപണി മൂല്യം 1-ാം സ്ഥാനത്തെത്തിയ AI ചിപ്പ് നിർമ്മാതാക്കൾ? ഉത്തരം NVIDIA. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക്
താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം കേരളം. KASA എന്ന ബഹിരാകാശ ഏജൻസി ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. കൊറിയ എയറോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ. 13 ദിവസങ്ങൾക്കുള്ളിൽ ഒരേ സീസണിൽ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത്? ഉത്തരം പൂർണിമ ശ്രേഷ്ഠ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പസിൽ ഗെയിം, കളിപ്പാട്ടം എന്നീ വിശേഷണങ്ങളുള്ള റൂബിക്സ് ക്യൂബിൻ്റെ പിതാവ്? ഉത്തരം പ്രൊഫസർ എർണോ റൂബിക്. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിൽ ലിപി കവിതാ സമാഹാരം? ഉത്തരം പിന്നിട്ട വഴികളും വരികളും. അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഉത്തരം ജപ്പാൻ. ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ എന്ന വാക്ക് ഒഴിവാക്കി ആവശ്യകത എന്നാക്കുന്നതിന് തീരുമാനമെടുത്ത ജില്ലാ പഞ്ചായത്ത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്? ഉത്തരം ചേവായൂർ, കോഴിക്കോട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ Chang'e-6 എന്ന പേടകം ഏതു രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ചൈന. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം? ഉത്തരം ജൂൺ 23. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം? ഉത്തരം ബംഗ്ലാദേശ്. 2024 ജൂൺ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം? ഉത്തരം നിലമ്പൂർ തേക്ക്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനമെന്ന്? ഉത്തരം ജൂൺ 29. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം? ഉത്തരം ചെനാബ് പാലം, ജമ്മു ആൻഡ് കാശ്മീർ. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം? ഉത്തരം ഗഗനചാരി. 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അരുന്ധതി റോയ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനം? ഉത്തരം ജൂൺ 19. 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഉത്തരം ജർമ്മനി. കുടുംബശ്രീ അംഗങ്ങളുടെ കല, സാംസ്കാരിക, സാമൂഹിക ഉന്നമനത്തിന് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം എന്നിടം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം? ഉത്തരം അൽബാഷ കൊട്ടാരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതും ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ 2 മെഡൽ നേടിയ കായിക താരവും ഒരാളാണ്? ഉത്തരം മനു ഭാസ്കർ. 10 മീറ്ററിൻ്റെ എയർ പിസ്റ്റലിലാണ് മനു ഭാസ്കറിന് മെഡൽ നേടിയിരിക്കുന്നത്. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ്? ഉത്തരം ATV, അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം? ഉത്തരം സിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക
മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം കേരളം. പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി? ഉത്തരം എസ് രാജീവ്. 24 മണിക്കൂറിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത്? ഉത്തരം ഇൻഡോർ, മധ്യപ്രദേശ്. GI ടാഗ് പദവി ലഭിച്ച മുഷക് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ഉത്തരം ജമ്മു കാശ്മീർ. രാജ്യത്തെ ആദ്യ മഴ മാപ്പിനി വെബ്സൈറ്റ് സ്ഥാപിതമായത്? ഉത്തരം വയനാട്. രാജ്യത്തിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പ്രമേയം? ഉത്തരം വികസിത ഭാരതം. 2024 ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയതാരാണ്? ഉത്തരം ഹുവാൻ യൂട്ടിങ്ങും ഷെങ് ലിഹായും. 2024 ജൂലൈയിൽ മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത്? ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. മൈക്രോസോഫ്റ്റിൻ്റെ പ്രതിസന്ധി കേരള സർക്കാർ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നില്ല, കാരണം ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യണത്. ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആണ് ശ്രദ്ധ? ഉത്തരം അർബുദം. ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും സാമൂഹിക സാമ്പത്തിക സൂചികയിലും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതി? ഉത്തരം പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം? ഉത്തരം ചാർലി കാസൽ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാര്? ഉത്തരം അഭിനന്ദ് ബിന്ദ്ര. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുന്നതിനും ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം സഖി വൺ സ്റ്റോപ്പ്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത്. ഏതു നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത്? ഉത്തരം സെൻ നദി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൻ്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിനിടയാക്കിയത്? ഉത്തരം ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിൻ്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത്. 2024 ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രേവിൻ പുറത്തിറക്കിയത്? ഉത്തരം ഷാരൂഖ് ഖാൻ. ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് ഷാരൂഖ് ഖാൻ. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നതെവിടെ? ഉത്തരം തളിപ്പറമ്പ്, കണ്ണൂർ. സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ. ലനാഗ പവർ എന്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്? ഉത്തരം HIV ടൈപ്പ് 1. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏത്? ഉത്തരം മുഞ്ച് സ്മൃതിവനം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ 1.1 ലാഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണം പൂർത്തിയാക്കിയത്?
ഉത്തരം 2024 ജൂലൈ 2-ന്. 178 ദിവസമാണ് പേടകത്തിന് ആവശ്യം വന്നത്. 2024 യൂറോ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗോളാഘോഷമായിരുന്നു പിൻ ഗോൾ ആഘോഷം. ചെറുതുള്ളികൾ ഏത് കളിക്കാരനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം ലെമിനെ യാമൽ. രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന BCI 602 ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഏത്? ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ശബ്ദം നേരിട്ട് ആക്റ്റീവ് ആപ്ലിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് BCI 602 ബോൺ ബ്രിഡ്ജ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭ? ഉത്തരം മലപ്പുറത്തെ മഞ്ചേരി. ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ് INNYYI എന്ന ലൊക്കേഷൻ കോഡ് ലഭിച്ചത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ്? ഉത്തരം ലാലൂർ, തൃശ്ശൂർ ജില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭങ്ങൾ? ഉത്തരം കാർത്തുമ്പിക്കുടകൾ. അട്ടപ്പാടിയിലെ തമ്പ് എന്ന സ്ത്രീകളുടെ സംരംഭമാണിത്. ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ കാപ്പി രുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗൻ എഡിഷനിൽ സ്വീകാര്യത നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം? ഉത്തരം വയനാടൻ റോബസ്റ്റ. അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരമുയർത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്? ഉത്തരം E-Cube. നാഗസാക്കിയിലെ അണുബോംബ് വർഷിച്ചതെന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 9-ന്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 9-ന്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? ഉത്തരം ഫാറ്റ്മാൻ. ഹിബാകുഷ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ഉത്തരം കോഴിക്കോട്. ഒളിമ്പിക്സിൻ്റെ ആദ്യ മുദ്രാവാക്യം? ഉത്തരം കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം? ഉത്തരം നിലമ്പൂർ തേക്ക്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി? ഉത്തരം ശങ്കർ ലാൽവ. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയ്ക്ക് പുസ്തകങ്ങൾ വായിക്കാനായി സൗകര്യമൊരുക്കുന്ന പദ്ധതി? ഉത്തരം പുസ്തകത്തോണി. ഇൻഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി? ഉത്തരം ഗംഗ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഉത്തരം ഡെങ്കി വൈറസ്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം സിംബാബ്വെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത
ഷോംപെൻ ഗോത്രവർഗ വിഭാഗം ഏത് പ്രദേശത്താണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാൻ ഏതിനം ജീവികളെയാണ് കൊന്നൊടുക്കുന്നത്? ഉത്തരം നക്ഷത്ര മത്സ്യങ്ങളെ. വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. നക്ഷത്ര സഭ എന്ന പേരിൽ ആസ്ട്രോം ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്ന് അടിയന്തര പ്രമേയം, സത്യപ്രതിജ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. വീക്ക്ലി ലീഗ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ? ഉത്തരം ജൂലിയൻ പോൾ. ഗോപിചന്ദ് തോട്ടക്കരയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ അമേരിക്കൻ കമ്പനിയായ ബ്ലൂ ഓറിജിൻ്റെ ദൗത്യം? ഉത്തരം ബ്ലൂ ഓറിജിൻ NS-25. അടുത്തിടെ US-ൽ ബോസ്റ്റണിൽ അന്തരിച്ച റിക് സോമൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഉത്തരം ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ന്യൂഡൽഹി. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തി? ഉത്തരം ഓറൻ നോർസൺ. 13കാരനായ ബ്രിട്ടീഷ് ബാലനാണ്. കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം സദ്ഗമയ. ജിയോഡിഡ് അനോമാലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം? ഉത്തരം ഇന്ത്യൻ സമുദ്രം. ഏത് മലയാള സാഹിത്യകാരിയുടെ സാഹിത്യ അവസാന നോവലാണ് ചിത്രലേഖ? ഉത്തരം P. വത്സല. 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ലോസ് ഏഞ്ചലസ്. 2032 ഒളിമ്പിക്സ് എവിടെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ? ഉത്തരം പാരീസിൽ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ റെക്കോർഡ് കീഴടക്കിയത് ആര്? ഉത്തരം മൈക്കിൾ ഫെലിപ്സ്. എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ഔദ്യോഗിക ചിഹ്നത്തിലുള്ളത്? ഉത്തരം 5. 5 വളയങ്ങളുടെ നിറങ്ങൾ? ഉത്തരം യൂറോപ്പ് നീല, ആഫ്രിക്ക കറുപ്പ്, അമേരിക്ക ചുവപ്പ്, ഏഷ്യ മഞ്ഞ, ഓസ്ട്രേലിയ പച്ച. ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിൻ്റെ പ്രസിഡന്റ്? ഉത്തരം തോമസ് ബാച്ച്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പിയറി ഡി കുബേർട്ടി. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്? ഉത്തരം 206. ഇപ്പോഴത്തെ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം രചിച്ചതാര്? ഉത്തരം ഫാദർ ദിദി. ഇദ്ദേഹം ഒരു ഡൊമിനിക്ക പുരോഹിതനാണ്. 2020 ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? ഉത്തരം ടോക്കിയോ. എന്നാണ് ചാന്ദ്രദിനം? ഉത്തരം ജൂലൈ 21. ചന്ദ്രനിൽ പോയ മൂവർ സംഘം? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. ആരാണ് രണ്ടാമത് ചന്ദ്രനിൽ കാൽ കുത്തിയത്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ആരാണ് ആദ്യമേ ചന്ദ്രനിൽ കാൽ കുത്തിയത്?
ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയത്? ഉത്തരം ചന്ദ്രയാൻ 1. നാസയുടെ പൂർണ്ണരൂപം? ഉത്തരം നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഫയർഫ്ലൈ എന്നറിയപ്പെടുന്ന മിന്നാമിനുങ്ങിൻ്റെ ശാസ്ത്രനാമം? ഉത്തരം ലാംപ്രിഡേ. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിൻ്റെ ദൈർഘ്യം? ഉത്തരം 510 മുതൽ 670 വരെ നാനോമീറ്റർ. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണം? ഉത്തരം വയറിനടിയിലുള്ള ലൂസിഫെറൈറ്റ്സ്. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിൻ്റെ നിറം? ഉത്തരം മഞ്ഞയോ പച്ചയോ ഇളം ചുമപ്പോ ആകാം. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരണ ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര്? ഉത്തരം ക്യൂഫീൽഡ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം കേരളം. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്താൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഏത്? ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 4 പാർട്ടുകളിലായിട്ട് അക്ഷരമുറ്റം ക്വിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതിനകത്ത് GKയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.